കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ച് 5000 കോടി രൂപ അനുവദിക്കാമെന്ന് ഒടുവിൽ കേന്ദ്ര സർക്കാർ. പോരാ എന്ന് കേരളവും. 10000 കോടി രൂപയെങ്കിലും അടിയന്തരമായി കിട്ടണം. ഇതോടെ കടമെടുപ്പ് സമവായ ചർച്ച 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി കോടതി തന്നെ തീരുമാനിക്കും. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപന വേളയിൽ ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ നിർണായകമായ പരാമർശമായിരുന്നു പ്ലാൻ ബി. കേന്ദ്രം കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിൽ പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നായിരുന്നു ബാലഗോപാലിന്റെ അന്നത്തെ പരാമർശം. ഏതായാലും കടമെടുപ്പിന്റെ കാര്യത്തിൽ കേന്ദ്രം നിലപാട് കടുപ്പിച്ചതോടെ സംസ്ഥാനത്തിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ധനമന്ത്രി പെട്ടിയിൽ ഒളിപ്പിച്ച ആ പ്ലാൻ ബി തന്നെ പുറത്തെടുക്കേണ്ടി വരും. ആ പ്ലാൻ ബി എന്നത് വെറും പുളുവടി ആയിരുന്നു എങ്കിൽ കേരളത്തിന്റെ കാര്യം ഇനി കട്ടപ്പുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അരയിൽ മുണ്ട് മുറുക്കിയെടുത്ത് ക്ലൈമാക്സ് സീനിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. 5000 കോടി രൂപ നിബന്ധനകളോടെ അനുവദിക്കാമെന്നാണ് കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 9 മാസത്തെ വായ്പാ പരിധിയിൽ നിന്നും ഈ തുക കുറവ് വരുത്തുമെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വെങ്കട്ടരാമൻ കോടതിയെ അറിയിക്കുകയുണ്ടായി. സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് ഈ തുക അനുവദിക്കുന്നത്. ആദ്യ 9 മാസത്തേക്ക് 21,664 കോടി മാത്രമേ അനുവദിക്കാനാകൂ. ഈ തുകയിൽ 15,000 കോടി മുൻകൂറായി നൽകിയാൽ 6,664 കോടിയെ പിന്നെ ബാക്കിയുണ്ടാവൂ. ഈ തുക കൊണ്ട് ശേഷിക്കുന്ന കാലയളവ് കൈകാര്യം ചെയ്യുക സംസ്ഥാന സർക്കാരിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. എന്നാൽ 5000 കോടി രൂപ പോരെന്നും 10,000 കോടിയെങ്കിലും അനുവദിക്കണമെന്നുമാണ് കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടത്. വായ്പയെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശത്തെ ഹനിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാടെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു. കേന്ദ്രം സംസ്ഥാനത്തിന്റെ ചെലവ് നിയന്ത്രിക്കാൻ ഇടപെടുകയാണ്. ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും കേരളം ചൂണ്ടിക്കാട്ടി. ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞ 5000 കോടി രൂപ വാങ്ങിക്കൂടെ എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരാണ് വഴി കാണേണ്ടതെന്ന് കേന്ദ്രവും അഭിപ്രായപ്പെട്ടു. വായ്പാ പരിധി വിഷയത്തിൽ എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ഇതിൽ ഒരു വിവേചനവും കേന്ദ്രം കാണിച്ചിട്ടില്ല എന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു. തുടർന്ന് കേസിൽ വിശദമായ വാദം കേൾക്കുന്നതിനായി ഈ മാസം 21 കേസ് മാറ്റി. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.